ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം എല്ലാവർക്കും നേരുന്നു. സഭയിലെ ഏറ്റവും വലിയ തിരുനാളാണ് ഉയർപ്പ് തിരുനാൾ. ഈശോ മിശിഹായുടെ തിരുവുത്ഥാനം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. കൊരിന്ത്യ ലേഖനം 1-ാമത്തെ ലേഖനത്തിൽ പൗലോസ് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. മിശിഹ ഉയർത്തില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ് എന്ന്. അത്രമാത്രം പ്രസക്തവും പ്രധാനപ്പെട്ടതുമായ സന്ദേശമാണ് ഈശോ മിശിഹായുടെ തിരുവുത്ഥാനം എന്നത്. ഉയർപ്പ് സാധാരണ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ ജീവിച്ച് കടന്നു പോകുന്നു. പക്ഷേ അയാൾ ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് പറയുക ഒരു മതനേതാവിൻ്റെയോ ഏതെങ്കിലും ഒരു ചരിത്രത്തിൽ കടന്നു വന്ന വ്യക്തിയുടെയോ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ല. അതാണ് ഈശോ മിശിഹായുടെ രക്ഷാകര ജീവിത സമർപ്പണത്തിൻ്റെ തനിമ. അവിടുന്ന് സാക്ഷാൽ ദൈവമാണ്, ദൈവപുത്രനാണെന്നുള്ളതിൻ്റെ ഏറ്റവും പൂർണ്ണതയിലുള്ള തെളിവും അതുതന്നെയാണ് അവിടുത്തെ തിരുവുത്ഥാനം. മഗ്ദലക്കാരി മറിയവും കൂട്ടരും ആഴ്ചയുടെ ആദ്യ ദിവസം ഞായറാഴ്ച പ്രഭാതത്തിൽ തന്നെ കല്ലറയിലേക്ക് വലിയ സ്നേഹത്തോടുകൂടി കർത്താവിനെ അവിടുത്തെ ശരീരം കാണാൻ വേണ്ടി പോകുന്നുണ്ട്. കല്ലറ അടച്ചുപൂട്ടപ്പെട്ട അവസ്ഥയിലാണെന്ന് അവർക്കറിയാമെങ്കിലും എല്ലാം മറന്നുകൊണ്ട് കർത്താവിനോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന ഹൃദയത്തോടുകൂടി അവർ കർത്താവിൻ്റെ കബറിടത്തിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ മഗ്ദലക്കാരി മറിയം കാണുന്നൊരു കാര്യമുണ്ട്. കവാടം തുറക്കപ്പെട്ടിരിക്കുന്നു. ഈ തുറക്കപ്പെട്ട കവാടം രക്ഷയുടെ കവാടമാണ്. അത് രക്ഷയുടെ വാതിലാണെന്ന് പറയാൻ പറ്റും. സ്വർഗത്തിലേക്ക് തുറക്കുന്ന കവാടമാണ്. മനുഷ്യന് ദൈവം നൽകിയ രക്ഷയുടെ കവാടമായിട്ട് പ്രതീകാത്മകമായി തുറക്കപ്പെട്ട കവാടത്തെ കാണാൻ പറ്റും. അതുകൊണ്ട് തുറക്കപ്പെട്ട കവാടം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയുടെ വാതിലാണെന്ന സത്യം നമ്മെ ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തിരുവുത്ഥാനത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു സന്ദേശമാണ് ഈ വിശ്വാസം നൽകുന്ന ഒരു വലിയ ഉറപ്പ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് രക്ഷയുടെ ഒരു കവാടം തുറന്നിട്ടിട്ടുണ്ട്. രക്ഷ ഒബ്ജക്റ്റീവായിട്ട് അവിടുന്ന് എല്ലാവർക്കും തൻ്റെ ജീവിത സമർപ്പണത്തിലൂടെ, തൻ്റെ മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും ലോകത്തിന് മുഴുവനും നൽകിക്കഴിഞ്ഞു. സബ്ജക്റ്റീവായിട്ട്, വ്യക്തിപരമായിട്ട് ഇന്ന് എനിക്കത് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ ഈ രക്ഷയുടെ കവാടത്തിലൂടെ ഞാനും കടന്നു വരേണ്ടിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ആ രക്ഷാകരമായ കവാടം കർത്താവ് തുറന്നിട്ടത് സ്വീകരിക്കുവാൻ, അവിടുത്തെ രക്ഷാകര ജീവിത രഹസ്യങ്ങളോട് ഉൾച്ചേരാനായിട്ട് നമുക്ക് സാധിക്കണം. ഈശോയുടെ മരണത്തിലും ഉത്ഥാനത്തിലുമുള്ള പങ്കാളിത്തത്തിലേക്കാണ് നമ്മൾ അതിലൂടെ എല്ലാം എത്തിച്ചേരേണ്ടത്. വിശ്വാസം നൽകുന്ന വലിയൊരു ഉറപ്പ്. മരണം എന്ന യാഥാർത്ഥ്യത്തിന് മുമ്പിൽ മനുഷ്യൻ പകച്ചു നിൽക്കുന്നുണ്ട്. സഹനവും മരണവുമെല്ലാം മനുഷ്യൻ്റെ മുമ്പിൽ വലിയ ചോദ്യങ്ങളാണ്. പല മഹാന്മാരെയും അലട്ടിയിരുന്ന, പല പണ്ഡിതന്മാരെയും വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്ന, പല ചിന്തകർക്കും ഉത്തരം കിട്ടാതിരുന്ന ഒരു സമസ്യയാണ് മരണം, സഹനം എന്നൊക്കെ പറയുന്നത്. അവിടെയാണ് രക്ഷയുടെ ഈ കവാടം, ഉത്ഥാനത്തിൻ്റെ കവാടം കർത്താവ് തുറക്കുന്നത്. ഒരിക്കലും കാണാൻ പറ്റാത്ത വിധമുള്ള ആ പ്രകാശമുള്ള കവാടം, അത് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ കാണാനായിട്ട് പറ്റുകയുള്ളൂ. നമ്മളൊക്കെ വഴിമുട്ടി നിൽക്കുന്ന ജീവിതത്തിൻ്റെ നിർണായകമായ ഇരുണ്ട വേളകളിൽ, മരണവും സഹനവും പോലത്തെ അവസ്ഥകളിൽ, ഇരുൾ പരക്കുന്ന മേഖലകളിൽ, ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് നാം സഞ്ചരിക്കുന്നെങ്കിലും ഭയപ്പെടേണ്ട എന്ന് പറയുന്ന കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് നമുക്ക് ഓർക്കാൻ പറ്റണം. അവിടെ വിശ്വാസത്തോടു കൂടി നമുക്ക് നിലകൊള്ളാൻ ഉത്ഥാനം ചെയ്ത ഈശോ നമുക്ക് നൽകുന്ന ഉറപ്പാണ് ഈ ഭൂമിയിലെ ജീവിതം ഇവിടെ തീരുന്നില്ല എന്നുള്ളത്. താൽക്കാലിക കൂടാരങ്ങൾ ഒക്കെ തീർന്നു പോകും, പക്ഷേ നിത്യത എന്ന് പറയുന്ന ആ മഹാസത്യം നമുക്ക് മുമ്പിലുണ്ട് എന്നുള്ളതിൻ്റെ പൂർണ്ണമായ ഉറപ്പാണ്. ആ വിശ്വാസത്തിൻ്റെ ഉറപ്പാണ് ഉത്ഥാനം എന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ധ്യാനചിന്തയാണ്. അതുകൊണ്ട് ഉത്ഥാനത്തെ മുമ്പിൽ കണ്ടുകൊണ്ട്, നിത്യമഹത്വത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നവനാകണം യഥാർത്ഥ വിശ്വാസി എന്ന് തിരുവുത്ഥാന തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്, ഈശോ തൻ്റെ ഉത്ഥാനാനന്തരം പ്രത്യക്ഷം നൽകുമ്പോൾ പറയുന്ന വാക്കുകളേറെ പ്രസക്തമാണ്. ഈശോ പറയുന്നു, ഭയപ്പെടേണ്ട എന്ന് പറയാൻ കാരണമുണ്ട്. അവിടുന്ന് ദൈവമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യന് കൊടുക്കുന്നൊരു ഉറപ്പാണ് ഭയപ്പെടേണ്ട എന്നുള്ളത്. യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ് എന്നൊക്കെ. ദൈവത്തിൻ്റെ വചനമാണ് ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്. ഈശോ ഉത്ഥാനാനന്തരം ഈ ഒരു ഉറപ്പ് നൽകുകയാണ്, ഭയപ്പെടേണ്ട. കാരണമുണ്ടതിന്, അവിടുന്ന് ജീവിക്കുന്നവനാണ്.
ജീവിക്കുന്നവനായ സർവശക്തനായ ദൈവം കൂടെയുണ്ട് എന്നുള്ള ഉറപ്പാണ് ഭയപ്പെടേണ്ട എന്നുള്ളതിൻ്റെ ഉറപ്പ്. നമ്മളൊക്കെ ജീവിതത്തിൽ എത്രയോ കാര്യങ്ങളിൽ ഭയപ്പെട്ടു പോകുന്നു. ജീവിതത്തിലുണ്ടാകുന്ന ആപത്തുകളെക്കുറിച്ച്, രോഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഭയപ്പെടാറുണ്ട്. മരണഭയം എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരാറുണ്ട്. പലതിനെക്കുറിച്ചും നമുക്ക് ആകുലതകളും ആശങ്കകളും ഭയങ്ങളുമുണ്ട്. ജീവിക്കുന്ന ഓരോ ദിവസവും ഭയത്തെ നമ്മൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ചെറുതും വലുതുമായ അളവിൽ നേരിടാൻ ഇടയുണ്ട്. അവിടെയൊക്കെയാണ് അവിടുന്ന് ജീവിക്കുന്നവനാണ് എന്ന ആ ഉത്തരം നമുക്ക് ലഭിക്കുന്നത്. ക്രിസ്തുസ് വിവിധ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ യുവജനങ്ങൾക്ക് എഴുതിയ അപ്പസ്തോലിക ലേഖനമാണ്, സിനഡനന്തര ലേഖനം. അതിനകത്ത് മാർപ്പാപ്പ പറയുന്നൊരു കാര്യമുണ്ട്. ക്രിസ്തു എന്നയാൾ വന്ന് കടന്നുപോയ ആളല്ല, ഇന്നും ജീവിക്കുന്ന വ്യക്തിയാണ്, സത്യമാണ്. അത് മനസ്സിൽ ആഴത്തിൽ ഉറപ്പിക്കണം എന്ന് യുവാക്കളോട് പാപ്പ ആവശ്യപ്പെടുകയാണ്. മിശിഹ ഇന്നും ജീവിക്കുന്ന സാന്നിധ്യമാണ്, ഇന്നും ജീവിക്കുന്ന സാന്നിധ്യം. ഇന്നും ജീവിക്കുന്ന ഒരു ദൈവം, നമ്മുടെ കൂടെയുള്ള ദൈവം എന്നോടൊപ്പമുണ്ട്. അവിടുന്ന് സർവശക്തനാണ്, അനന്ത സ്നേഹമാണ്, അതുല്യമായ കരുതലും കാരുണ്യവുമാണ്. അതുകൊണ്ട് ഒരവസരത്തിലും ഞാൻ ഭയപ്പെടേണ്ട, എല്ലാത്തിനെയും അതിജീവിക്കുവാനുള്ള കരുത്ത് കർത്താവ് എനിക്ക് തരും. എത്രയോ ശുഭോദർക്കമായ, എത്രയോ ശക്തി പകരുന്ന ഒരു ചിന്തയും ദർശനവും സത്യവുമാണിത് എന്ന് നമുക്ക് ഓർക്കാം. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉദ്ധിതൻ നൽകുന്ന സന്ദേശം സമാധാനത്തിൻ്റെ ആശംസയാണ്. സമാധാനം നിങ്ങളോടുകൂടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഈശോ പ്രത്യക്ഷം നൽകുന്ന ഉത്ഥാനാനന്തരം. ശിഷ്യന്മാർ ഭയപ്പെട്ട് കതകടച്ചിരിക്കുമ്പോഴൊക്കെ കർത്താവ് അകത്തേക്ക് കടന്നു വന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയും. ലോകമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ സമാധാനമാണ്. ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്ന സമാധാനമാണ്. യുദ്ധകലുഷിതമായ ഇന്നത്തെ കാലത്ത് സമാധാനത്തിന് വേണ്ടി കണ്ണുനീരോടെ കേഴുന്ന എത്രയോ വ്യക്തികളാണ്. എത്രയോ ആളുകൾ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നു. നിഷ്കളങ്കരും നിരാധാരരുമായ ആളുകൾ നിഷ്കരണം വധിക്കപ്പെടുന്നതിൻ്റെ ചിത്രങ്ങളാണ് ഓരോ യുദ്ധവും കൊണ്ടുവരുന്നത്. എന്തിനൊക്കെ വേണ്ടിയാവാം, സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാകാം, ഭയത്തിനുള്ള പ്രതിവിധിയായിട്ടാകാം യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. എല്ലാ യുദ്ധങ്ങളും ആരംഭിക്കുന്നത് ആരുടെയെങ്കിലുമൊക്കെ ഉള്ളിലാണ്, മനസ്സിലാണ്. മനസ്സിൽ ആരംഭിക്കാത്ത ഒരു യുദ്ധവും പുറത്ത് കിടക്കുകയില്ല. ആരുടെയെങ്കിലുമൊക്കെ മനസ്സിലാണ് യുദ്ധങ്ങളെല്ലാം ജന്മമെടുക്കുന്നത്. നമ്മുടെ ഉള്ളിൽ അശാന്തമാകുമ്പോൾ അവിടെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. ആ യുദ്ധമാണ് പിന്നീട് ഒരു വലിയ കലഹമായിട്ടും ഒരു ലോകയുദ്ധമായിട്ട് പോലും മാറിയിട്ടുള്ളതെന്ന് നമുക്ക് ഓർക്കാം. അതുകൊണ്ട് സമാധാനം ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ദൈവമുള്ളിൽ നിറയുമ്പോൾ മാത്രമാണ് സമാധാനം നിറയുന്നത്. ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ നിറയുന്ന സമാധാനമാണ് അയാൾ ജീവിക്കുന്ന പരിസരങ്ങളിലേക്ക് പ്രസരിക്കുന്നത്. കുടുംബത്തിൽ സമാധാനം നിറയണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതുണ്ടാകണമെങ്കിൽ എൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാവണം. ഉള്ളിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ സമാധാനത്തിന് ഉറവിടമായ ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കണം. ദൈവത്തെ കൊണ്ട് ഹൃദയം നിറയ്ക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാകും. ആ സമാധാനം ഞാൻ എൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും മറ്റുള്ളവരിലേക്ക് കൈമാറും. അങ്ങനെ സമാധാനത്തിൻ്റെ സാന്നിധ്യമായിട്ട് മാറാൻ നമുക്ക് വീട്ടിലും നാട്ടിലും ജോലിയിടങ്ങളിലും എല്ലായിടത്തും കഴിയുമ്പോൾ നമ്മുടെ പരിസരങ്ങളെല്ലാം സമാധാനം കൊണ്ട് നിറയും. നമ്മുടെ സാന്നിധ്യം സമാധാനം കൊണ്ട് നിറയും എന്നതാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് സമാധാനത്തിൻ്റെ ദൂതന്മാരായി മാറാൻ, ദൂതികമാരായി മാറാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം. വാക്കിലും പ്രവൃത്തിയിലും മറ്റുള്ളവർക്ക് സമാധാനം കൈമാറുന്നവരായി മാറാം. കലഹം നിറഞ്ഞ, പ്രതിസന്ധികൾ നിറഞ്ഞ, പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ സാന്നിധ്യത്തിലൂടെ ഇത്തിരിയെങ്കിലും സമാധാനം കൈമാറാൻ പറ്റിയാൽ അത് മെശിഹായുടെ ഒരു പ്രവൃത്തിയാണത്. അത് ക്രിസ്തീയമായ ഒരു ഇടപെടലാണ്. സമാധാനത്തിൻ്റെ സാന്നിധ്യങ്ങളായി മാറാം. ചില വ്യക്തികളുടെ സാന്നിധ്യം സമാധാനത്തിന് പകരം കലഹങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. വാക്കിലൂടെ അനേകരെ കലഹങ്ങളിലേക്ക് നയിക്കുന്നവരുണ്ട്. അസ്വസ്ഥതകൾ വിതച്ചു കടന്നു പോകുന്നവരുണ്ട്. വർഗീയതയും വിഭാഗീയതയും വിധ്വംസക പ്രവർത്തനങ്ങളുമെല്ലാം വിതച്ചു കടന്നു പോകുന്ന ആളുകളുണ്ട്. സമൂഹത്തിലും രാഷ്ട്രീയത്തിലും എല്ലാ മേഖലയിലും. അതെല്ലാം ദൈവികമായ പ്രവൃത്തിയല്ല, തിന്മയുടെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതും നന്മയിൽ വളർത്തുന്നതും സമാധാനം പങ്കുവയ്ക്കുന്നതും ഐക്യത്തിലും കൂട്ടായ്മയിലും നയിക്കുന്നതുമൊക്കെ ആയിത്തീരാൻ നമുക്ക് പ്രതിജ്ഞ എടുക്കാൻ ഈ തിരുനാളിൽ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അവസാനമായിട്ട് ഉത്ഥാനം, തിരുവുത്ഥാനം എന്നത് ഒരു സാക്ഷ്യത്തിൻ്റെ ജീവിതമാണ്. നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കുമെന്ന് ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ ശിഷ്യഗണങ്ങളോട് ഈശോ പറയുന്നുണ്ട്. ഉത്ഥാനം ചെയ്ത ഈശോ ഈ സാക്ഷ്യമാണ് നമ്മൾ നൽകേണ്ടത്. അത് സ്നേഹത്തിൻ്റെ സാക്ഷ്യമാണ്, വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ്. നമ്മൾ അനുഭവിച്ചറിഞ്ഞ ഈശോ മിശിഹായെ
വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും മറ്റുള്ളവർക്ക് കൈമാറുന്ന സ്നേഹത്തിൻ്റെ പ്രവൃത്തിയായിട്ടത് മാറണം. അവരനെ കരുതലോടുകൂടി കാണുകയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന സ്നേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ നാം വിശ്വസിക്കുന്നവരാണ്, ക്രിസ്ത്യാനികളാണെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോയെക്കുറിച്ച് പറയാനും പങ്കുവയ്ക്കുവാനും ലഭിക്കുന്ന അവസരങ്ങളെല്ലാം സ്നേഹത്തോടുകൂടി പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഉത്തമ സാക്ഷ്യം നൽകിക്കൊണ്ട് യഥാർത്ഥത്തിൽ മിശിഹായുടെ സാന്നിധ്യമായി നമുക്ക് നൽകാനും ജീവിക്കാനും ഈ ഭൂമിയിൽ വ്യാപരിക്കാനും ദൈവം നൽകിയിരിക്കുന്ന ഈ വിലപ്പെട്ട ജീവിതം നന്നായി പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ. ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള നിയോഗം സഭയാണ് കർത്താവ് ഏൽപ്പിച്ചു പോകുന്നത്. സഭ ആ ശുശ്രൂഷയിൽ പങ്കുചേരുകയാണ്. പരിശുദ്ധ കുർബാനയിൽ കുദാശകളിലൊക്കെ പങ്കുചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ആഴത്തിൽ ധ്യാനിച്ചുകൊണ്ട് സഭയുടെ കൂട്ടായ്മയിൽ ചേർന്ന് നിന്നുകൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവിടുത്തെ പ്രഘോഷിക്കുവാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാവാം. ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ വളരെ സ്നേഹപൂർവ്വം എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.